നമ്മളിനി വീണ്ടും ഷിരൂരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ട്രക്ക് എവിടെയാണുള്ളത്, അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അത് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാകും ട്രക്ക് ഉയർത്താനുള്ള നടപടികൾ എന്നാണ് ഇന്നലെ മുതൽ പറഞ്ഞത്. ഇന്നും ആ കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നു. രാവിലെ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങാനുള്ള നടപടികളായി കഴിഞ്ഞോ? രാവിലെ ആരും എത്തിയിരുന്നില്ലല്ലോ ഹാഷ്മി. സ്മിത, അല്പസമയത്തിനകം തന്നെ അത് നടപടികൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷിരൂരിൽ രാവിലെ ഒരു പെരുമഴ പെയ്തു. ഇന്നിപ്പോൾ അതിനുശേഷം ആ മഴ തോർന്നു. ഇപ്പോൾ ആകാശം ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ എന്നാണ് ആഗ്രഹിക്കാൻ കഴിയുക. സ്മിത, കാര്യം ഇന്നലെയൊക്കെ അസാധ്യമാവണ്ണം സമാനതകളില്ലാത്ത വലിയ പെരുമഴയും വലിയ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റുമൊക്കെ ആയിരുന്നു. അത് രക്ഷാദൗത്യ സംഘത്തിന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല. മഴ പെയ്യുന്നത് ഇവിടെ മാത്രമല്ല, ഈ മലയോര മേഖലകളിൽ മലയുടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഒഴുകി ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങിയാൽ അടിയൊഴുക്ക്, കനത്ത അടിയൊഴുക്കാകും. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അടിയൊഴുക്കാകും. വലിയ കറണ്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഇന്നലെ നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാത്രി മെനിഞ്ഞാന്നൊക്കെ രാത്രി നമ്മൾ താമസിക്കുന്ന മേഖലകളിലും ഇവിടെയൊക്കെ രാത്രി വലിയ മഴയുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ രാത്രി അങ്ങനെ ഭീകരമായ മഴ പെയ്തില്ല. ആ മഴ പെയ്യാതിരുന്നത് മലയോര മേഖല കൂടി അത്തരത്തിൽ മഴ പെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിയൊഴുക്കിന് അല്പം ഒരു ശമനം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ അടിയൊഴുക്ക് പൂർണ്ണമായി മാറിയതിനു ശേഷം ഇറങ്ങാം എന്ന നിലയ്ക്കല്ല നേവി ഡൈവർ സംഘം കരുതുന്നത്. ഡൈവർ സംഘത്തിന് ഏത് സമയത്താണോ ഇറങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ സാഹചര്യം ഉണ്ടാവുക, അപ്പോൾ തന്നെ ജമ്പ് ചെയ്യുക എന്ന രീതിയിലാണ് നാവികസേന ഡൈവർ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് അത് സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. സ്മിത, നമ്മൾ ഈ നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ 9 നാൾ യാതൊരു സൂചനയുമില്ലാത്ത കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെയാണ് വളരെ കൃത്യമായ സൂചന എന്ന് പറഞ്ഞാൽ ഈ ട്രക്ക് എവിടെയാണെന്ന് കണ്ടെത്തുന്നു. ഇന്നലെ കാർവാർ എസ് പി നമ്മളോട് പറയുന്നത് ഈ ലോറി കീഴ്മേൽ മറിഞ്ഞിങ്ങനെ ടയർ മുകളിലായി കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ കാർവാർ എസ് പി നമ്മളോട് പറഞ്ഞത്. അത് അപ്പം ഈ വാഹനം എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു. അത് കൃത്യം മൺകൂനയ്ക്കും കരയ്ക്കുമിടയിൽ കരയ്ക്കുമിടയിൽ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പരമപ്രധാനം ഈ ലോറിക്കടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. നാവികസേന പറയുന്നു ലോറി ഉയർത്തുകയല്ല പ്രയോറിറ്റി, അർജുനാണ് പ്രയോറിറ്റി. വളരെ പെട്ടെന്ന് ഈ ലോറിക്കരികിലേക്ക് എത്തുക, അതിന്റെ ക്യാബിനിലേക്ക് എത്തുക, അർജുന്റെ അവസ്ഥ എന്താണെന്ന് അറിയുക. ആ നടപടിക്രമങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ലോറി കരയിലേക്ക് ഉയർത്തുന്ന നടപടികൾ തുടങ്ങുകയുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും ആദ്യമായി വേണ്ടത് നേവി ഡൈവർ സംഘത്തിനകത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. എന്തായാലും തിരച്ചിലിന് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിയന്ത്രണങ്ങൾ അതിശക്തമാണ്. മാധ്യമങ്ങൾക്ക് ഇന്ന് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. തെരച്ചിൽ നടക്കുന്ന മേഖലകളിൽ ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കിടയിൽ ഈ സിഗ്നൽ പ്രശ്നമുണ്ടാകും. നമ്മുടെ ഈ ലൈവ് സംവിധാനങ്ങളൊക്കെ സിഗ്നൽ ഇന്റർഫറൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്തായാലും ഇന്ന് മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനം എന്തായാലും ഇല്ല. നമ്മൾ പൂർണ്ണമായി സഹകരിക്കുന്നു. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ അകത്തേക്ക് കടക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കാർവാർ MLA ഈ ബൂം മെഷീന്റെ സംവിധാനമൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മളെ അകത്തോട്ടെ കൊണ്ടുപോയതാണ്. ഇന്നിപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. ഡ്രോൺ പറത്തുന്നതിന് അടക്കം കർശനമായ നിയന്ത്രണമുണ്ട്. നമുക്കറിയാം സ്മിത, 10ാം നാളാണ് ആ ലോറി അതിനുള്ളിൽ കിടക്കുന്നത്. അർജുൻ 10 നാൾ ഇതിനുള്ളിലാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ തൽക്കാലം ആദ്യഘട്ടത്തിൽ അവർ പറയുമ്പോൾ പുറത്തേക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ് നിർദ്ദേശം. അതങ്ങനെ തന്നെയാണ്. വേറെ അർത്ഥത്തിൽ അതങ്ങനെ തന്നെ ശരിയുമാണത്. അപ്പോൾ ഏതായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നാവികസേനയുടെ സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 6:45 ആകുന്നുണ്ട്. സാധാരണ ഒരു 6:50-7 മണിയൊക്കെ ആകുമ്പോഴാണ് ഡൈവർ സംഘം ഇങ്ങോട്ടേക്ക് പോവുക. അല്പസമയത്തിനകം തന്നെ അവർ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ അതിപ്രധാനം ക്ലൈമറ്റ്, കാലാവസ്ഥ തന്നെയാണ്, അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് അല്പമെങ്കിലും ഒന്ന് കുറയുക പ്രധാനമാണ് നാവികസേന ഡൈവർ സംഘത്തിന്. അത് കുറയും ഇന്ന് എന്നാണ് പ്രതീക്ഷ. കാര്യം ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ്, ഇടവിട്ടുള്ള മഴ മാത്രമാണ്. ഇന്നലെ രാത്രി മഴ കുറയുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെ മഴ കുറഞ്ഞാൽ നാവികസേന ഡൈവർ സംഘത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞാൽ ഒരു 10 മണി, 10:30, 11 മണിയോടുകൂടി തന്നെ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു വിവരം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഹാഷ്മി, സത്യം പറഞ്ഞാൽ ഹാഷ്മി ഇപ്പോൾ നിൽക്കുമ്പോൾ ഉള്ള ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്നലെയൊക്കെ തന്നെ ശക്തമായ മഴയും കുത്തൊഴുക്കും തന്നെയാണ് വലിയ വെല്ലുവിളിയായത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ വൈകിട്ടോടെ രാത്രിയോടെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേനെ. ഇന്നിപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുക അല്ലെങ്കിൽ കുത്തൊഴുക്ക് കുറയുക
ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ വലിയ ഗുണം ചെയ്യും ഈ തെരച്ചിലിനെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹകരിക്കണമെന്ന് ഇന്നലെ കാവാർ SP ഹാഷ്മിയോട് തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകട്ടെ. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാകുമ്പോൾ അവിടെ പരാതികൾക്കോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ വാക്കുതർക്കങ്ങൾക്കോ ഒന്നും തന്നെ അടിസ്ഥാനമില്ല. ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരച്ചിലിൻ്റെ അവസാന അന്തിമ ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥരും തെരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘവും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ട്രക്കിനേക്കാൾ ഏറ്റവും പ്രധാനം അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക, അർജുനെ പുറത്തെടുക്കാനുള്ള വഴികൾ, അതാണ് ഏറ്റവും ആദ്യം. അതിനാണ് പ്രഥമ പരിഗണനയും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ട്രക്ക് ലോക്ക് ചെയ്യുക എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരെയാണ് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക, അതുപോലെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, കൃത്യമായി റിപ്പോർട്ടുകൾ അപ്പോൾ നമുക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു തരാം എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്നു ക്ഷമയോടെ. ആ രീതിയിൽ റിപ്പോർട്ടുകൾ അപ്പോൾ പുറത്തേക്ക് എത്തിക്കണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് അർജുന് എന്ത് സംഭവിച്ചു ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. നമ്മുടെ പ്രേക്ഷകർ തന്നെ ചോദ്യങ്ങളായി എല്ലാവരും ഒരേ രീതിയിൽ, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല വിശ്വാസങ്ങളുള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അവിടെ ഒരു ഐക്യപ്പെടൽ നമ്മൾ കണ്ടതാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തൊടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകൾ അപ്പോൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം നടപടികളാണ് ഉണ്ടാവുക? ആർമി ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. സ്മിത, ആർമി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരിക്കുന്നു. ആർമിയുടെയും നേവിയുടെയും സംയുക്ത ഓപ്പറേഷനാണ്. അല്പസമയത്തിനകം നാവികസേന ഡൈവർ സംഘം കൂടി അകത്തേക്ക് കടക്കാൻ പോകുന്നു. അതോടൊപ്പം ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കാൻ പോകുന്നു. ട്രാക്കിന്റെ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടെത്തിയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് മേജർ ജനറൽ ഇന്ദ്രബാൽ. ലൊക്കേഷനെ കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. നദിയുടെയും കരിയുടെയും മധ്യഭാഗത്താണ് ട്രക്ക് ഉള്ളത്. ക്യാബിൻ ഭാഗം കൃത്യമായി അറിയാനാകും ശ്രമിക്കുക എന്ന് പറയുന്നു. ഡ്രോൺ പരിശോധന, ഓറഞ്ച് അലർട്ട് ആണെങ്കിലും ഡ്രോൺ പരിശോധന നടത്താൻ കഴിയും എന്നറിയുകയാണ്. റെസ്ക്യൂ സംഘം മികച്ച പ്രവർത്തനം നടത്തുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ കൂടി എത്തിയാൽ കൂടുതൽ സഹായകരമാകുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ അറിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ക്യാബിന്റെ ഭാഗം കൃത്യമായി അറിയാനാകും ശ്രമിക്കുക എന്നതാണ് പറയുന്നത്. ഇപ്പോൾ പ്രയോറിറ്റി അതുതന്നെയാണ് സ്മിത. ലോറി ഉയർത്തുന്നതിനേക്കാൾ, ലോറി ലോക്ക് ചെയ്ത് പൊക്കുന്നതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഇന്ന് ആ ലോറിക്കുള്ളിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവനുണ്ട്. അർജുൻ എന്നാണ് പേര്. എന്താണ് അർജുന്റെ അവസ്ഥ എന്നറിയുകയാകും ആദ്യം പരമപ്രധാന നേവി സംഘം ചെയ്യുക. അതിനുവേണ്ടി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തതിലുടൻ ഈ വാഹനത്തിന് അടിത്തട്ടിലേക്ക് പോയി ക്യാബിനിൽ നിന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ള വിവരം പുറത്തേക്ക് വരും. അതിനുശേഷമാണ് ഈ ലോറി പുറത്തേക്ക് എത്തിക്കുക പോലെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ശരിയാണ്. ഈ വലിയ ഭാരമുള്ള ഈ ലോറി ഈ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ പോലും ആർമിക്ക് ഇതൊക്കെ ഒരു വലിയ സംഭവമല്ല. ആർമി സമാനമായ രീതിയിലുള്ള വലിയ വാഹനങ്ങൾ, ഇതിനും വലിയ ട്രക്കുകളൊക്കെ ഉയർത്തി ശീലമുള്ള, അല്ലെങ്കിൽ ഇതിനും ദുർഘടമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ശീലമുള്ള ആർമിക്ക് ആ വാഹനം ഉയർത്തൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിനുള്ള ക്രെയിൻ സംവിധാനം അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡൈവർ സംഘത്തിനകത്തേക്ക് പോയി ഇത് ലോക്ക് ചെയ്ത് ഇനി ഉയർത്താനാണ് ഹുക്ക് ചെയ്യേണ്ടതും ഈ ഡൈവർ സംഘം തന്നെയാണ്. അതാണ് പ്രധാനം. അതിന് ഈ പുഴയിലെ അടിയൊഴുക്കൊന്ന് കുറയുക എന്നതാണ് പ്രധാനം. ഇന്നിപ്പോൾ അടിയൊഴുക്ക് കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓറഞ്ച് അലർട്ടാണ്. മേജർ ജനറൽ ഇന്ദ്രബാലൻ സംഘവും അകത്തുണ്ട്. അദ്ദേഹത്തിന് ഡ്രോൺ സംവിധാനങ്ങൾ അല്പസമയത്തിന് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. ആർമി ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അല്പസമയത്തിനകം നേവിയുടെ ഡൈവർ സംഘം അകത്തേക്ക് ഈ വഴി തന്നെയാണ് അകത്തേക്ക് പോകാൻ പോകുന്നു. ചില ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ വഴി പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഭാഗികമായി ഒന്ന് തുറന്നിരുന്നു. 1-2 ഭാരവാഹനങ്ങൾ ഇതുവഴി പോയതാണ്. വീണ്ടും ആ വഴി അടയ്ക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി തന്നെ ആയിരിക്കണം ആ വഴി വീണ്ടും അടയ്ക്കുന്നത്. എന്തായാലും ഇന്ന് 10ാം നാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുഭവാർത്ത ആകണേ എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല, നമുക്ക് ഒരു റിസൾട്ട് ഇന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.